أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم تسليما كثيرا. بارك الله لنا في القرآن الكريم وغفر الله لنا ولوالدينا والسامعين ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ സുന്ദരമായ വിശുദ്ധ ഖുർആനിലെ നമ്മളൊക്കെ ഒരുപാട് തവണ ഓതിപ്പോകുന്ന അല്ലെങ്കിൽ നമ്മളിൽ പലർക്കും മനഃപ്പാടമുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂറ അഹ്സാബിനെ അതിൻ്റെ വിശദീകരണം പൂർത്തീകരിക്കുകയും ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ യാസീൻ തുടരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിരിഞ്ഞു പോയത്. അള്ളാഹുവിൻ്റെ ആയുസ്സിൽ ഒരിക്കൽ കൂടി അവൻ്റെ കലാമിനെ കയ്യിലെടുക്കാനും അതിൻ്റെ വിശദീകരണങ്ങളിലൂടെ കടന്നു പോകാനും അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അള്ളാഹുവിന് ഏറ്റവും നല്ല നന്ദിയുള്ളവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിൻ്റെ കലാമിനെ രാവും പകലും പാരായണം ചെയ്യുന്ന അതിൻ്റെ ഓരോ ഹർഫുകളെ സംബന്ധിച്ചും ചർച്ച ചെയ്ത് വായിച്ച് മനസ്സിലാക്കുന്നതിനെ ജീവിതത്തിൽ പകർത്തുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആവട്ടെ. യാസീൻ ഈ സൂറത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ അള്ളാഹു സുബ്ഹാനഹു തആല അറിയിച്ചു കൊടുത്തൊരു പേര് തന്നെയാണ് യാസീൻ. അത് ഒന്നാമത്തെ ആയത്ത് യാസീൻ ആയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിനെ യാസീൻ എന്ന് പേര് വിളിച്ചതുകൊണ്ടും എന്താണ് യാസീൻ എന്ന പേരിൽ തന്നെയാണ് ഇത് അറിയപ്പെട്ടത്. എന്നാൽ ചില ഹദീസുകളിൽ കാണാം ഇത് ഖൽബുൽ ഖുർആനിൻ്റെ ഹൃദയമാണ് എന്ന് പറയുന്ന ഒരു റിവായത്ത് കാണാൻ കഴിയും. അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു വിശുദ്ധ ഖുർആനിലെ ഈ ഒരു സൂക്തത്തിൻ്റെ വിശദീകരണം എഴുതിയപ്പോൾ മഅഖൽ ഇബ്നു യസാർ റഹിമഹുല്ലയിൽ നിന്ന് താബിഈയിൽ നിന്ന് ഒരു ഹദീസ് റിവായത്ത് ചെയ്യാൻ ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബൻ വ ഖൽബുൽ ഖുർആനി യാസീൻ. എല്ലാ കാര്യത്തിനും ഒരു ഹൃദയമുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് യാസീനാണ് എന്ന് പറയുന്ന ഒരു ഹദീസ്. എന്നാൽ ഹദീസിന് വേറെയും ചില ഭാഗങ്ങൾ കാണാൻ കഴിയും. ആ ഹദീസ് ഇമാം തുർമുദി, ഇമാം ഇബ്നു മാജ, ഇമാം ബൈഹഖി, ഇമാം നസായി തുടങ്ങിയ ഒരുപാട് മുഹദ്ദിസുകൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കുറിച്ചു വെച്ചൊരു ഹദീസാണ്. പക്ഷേ ആ ഹദീസിൻ്റെ ചർച്ചകളിലൂടെ കടന്നു കഴിഞ്ഞാൽ ഭൂരിഭാഗം മുഹദ്ദിസുകളും ആ ഹദീസിൻ്റെ പരമ്പരയിൽ ചില ദുർബലതയുണ്ട് എന്ന് പറയുന്നു. ദുർബലതയുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ചില പണ്ഡിതന്മാർ പറഞ്ഞത് മുങ്കറായ ഒരു ഹദീസാണ്, മൗളൂആയ ഹദീസാണ് എന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും. അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു ഹദീസിനെ ആമുഖത്തിൽ ഈ ഒരു സൂറത്തിൻ്റെ മുഖവുരയിൽ കൊണ്ടുവരാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിളിച്ച പേരിന് ഒരു ഷാഹിദായിട്ടാണ്, തെളിവായിട്ടാണ് സൂറത്ത് യാസീൻ എന്നുള്ള നിലക്ക്. മാത്രവുമല്ല എല്ലാ കാര്യത്തിനും ഹൃദയമുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം അത് സൂറത്ത് യാസീൻ ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ടതായി എവിടെയും എന്ത് ചെയ്തിട്ടില്ല, കാണുന്നുമില്ല. ഈ വിഷയത്തിൽ വളരെ വിശാലമായ വിശദീകരണങ്ങൾ മുഹദ്ദിസുകളുടെ ഭാഗത്ത് പല ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് യാസീൻ എന്ന സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് ഫളലുകളുണ്ട്, ശ്രേഷ്ഠതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. പ്രത്യേകിച്ച് ഒരു ഹദീസിൽ കാണാം ലഖിനു മൗതാക്കും സൂറത്തെ യാസീൻ. നബിയിൽ നിന്ന് വന്ന മറ്റൊരു റിവായത്താണ്. ആ ഹദീസിനും ചില പരമ്പരകളിലുള്ള പോരായ്മകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഈ സൂറത്ത് യാസീൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് ഫദ്ലുകൾ പറയുന്ന ഹദീസുകൾ ഇങ്ങനെ കാണാം. പക്ഷെ ഭൂരിഭാഗം ഹദീസിൻ്റെയും നിജസ്ഥിതി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് മുൻകറായിരിക്കും,
അല്ലെങ്കിൽ അത് മൗലൂ ആയിരിക്കും, നബിയുടെ മേൽ കെട്ടിച്ചമച്ചതായിരിക്കും. എന്നാൽ സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളുണ്ട്, പക്ഷെ അതൊന്നും ആരും അത്ര കേട്ടിട്ടുണ്ടാവില്ല, അതാരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സൂറത്ത് പരലോകത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന സൂറത്താണ്. മരണവും മരണാനന്തരവുമായ ജീവിതത്തെ സംബന്ധിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച്, വിചാരണയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു സൂറത്താണ് സൂറത്ത് യാസീൻ. അതുകൊണ്ട് തന്നെ ഈ ലഖീനു മൗതാക്കും സൂറത്ത് യാസീൻ, മരണാസന്നമായി കിടക്കുന്നവന് നിങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്തു കൊടുക്കുക എന്ന ഹദീസിനെ വിശദീകരിക്കുമ്പോൾ മുഹദ്ദിസുകൾ പറഞ്ഞു, മരിച്ചവൻ്റെ മേലല്ല, മരിക്കാൻ ആസന്നമായി കിടക്കുന്ന, മരണാസന്നനായി കിടക്കുന്നവൻ്റെ മേലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, യാസീൻ ഓതി. കാരണം യാസീനിലെ ആയത്തുകളും അതിൻ്റെ അർത്ഥതലങ്ങളും ആലോചിക്കുമ്പോൾ കൂടുതൽ നന്നാവാനും തൗബ ചെയ്യാനും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനും ആ മരണരംഗം നന്നാക്കാനും അയാൾക്ക് എന്താകും, മനസ്സിൽ തോന്നുമെന്നാണ്. അതിലേക്ക് സൂചകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിച്ചവൻ്റെ മേലല്ല, മരണാസന്നമായി കിടക്കുന്നവൻ്റെ മേൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് ചെയ്യണം, തൽക്കീൻ ഓതിക്കൊടുക്കണം, ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞുവെന്നാൻ. അപ്പോൾ ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആശയം, ഇതിൻ്റെ അർത്ഥതലങ്ങൾ പാരായണം ചെയ്യുക എന്നതിനോടൊപ്പം തന്നെയാണ് സൂറത്ത് യാസീനിൻ്റെ അർത്ഥം പഠിക്കുക എന്ന് പറയുന്നത്. സൂറത്ത് യാസീൻ മാത്രമല്ല, ഏതൊരു സൂറത്തിൻ്റെയും അർത്ഥങ്ങൾ കൂടി മനസ്സിലാക്കലാണ് യഥാർത്ഥ വിശുദ്ധ ഖുർആൻ പഠനം എന്നുള്ളത് നമുക്കറിയാം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ഉത്തമനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു ഉത്തമരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഏതായാലും യാസീൻ, നബിയുടെ വരികളിൽ തന്നെ കാണാം ഈ സൂറത്തിൻ്റെ പേര് യാസീൻ എന്നാണ്. എന്താ യാസീൻ എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്കറിയാം. ഇതൊരു കേവല അക്ഷരം, ഹുറൂഫുൽ മുഖത്തയിൽ പെട്ടതിന്. ഹുറൂഫുൽ മുഖത്ത എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകൾ അള്ളാഹു ആരംഭിക്കുന്നത് ഇതുപോലത്തെ കഷ്ണിച്ചു വച്ച ചില ഹർഫുകൾ കൊണ്ടാണ്. അതിന് പ്രത്യേകമായ അർത്ഥമുണ്ടോ? മുഫസ്സിറുകൾ ആരും അതിന് ഇന്ന അർത്ഥമാണെന്ന് എഴുതിയിട്ടില്ല, വിധി പറഞ്ഞിട്ടില്ല. എന്നാൽ ചില ആളുകൾ ഗവേഷണം നടത്തി ഇന്ന അർത്ഥങ്ങളാകാമെന്ന് പറഞ്ഞവർക്കാണ്. പക്ഷേ സ്വഹീഹായ ഹദീസുകളിൽ എവിടെയും ഓരോ ഹുറൂഫുൽ മുഖത്തക്ക് ഇന്ന അർത്ഥമുണ്ട് എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല. ഉദാഹരണത്തിന് തോഹ, യാസീൻ, ഖാഫ്, നൂൻ, അതുപോലെ തന്നെ ഹാമീം അല്ലേ. ഒരക്ഷരം ഉള്ളതുണ്ട്, ഒരക്ഷരം ഇപ്പോൾ നൂൻ പോലെ, ഖാഫ് പോലെ. രണ്ടക്ഷരം ഉള്ളതുണ്ട്, ഹാമീം പോലെ, യാസീൻ പോലെ. മൂന്നക്ഷരം ഉള്ളതുണ്ട്, ഐൻ സീൻ ഖാഫ് പോലെ അല്ലേ. അലിഫ് ലാം മീം പോലെ, അലിഫ് ലാം റോ പോലെ. നാലക്ഷരം ഉള്ളതുണ്ട്, നാലക്ഷരം ഉള്ളതില്ലേ അല്ലേ. കഫ് ഹ യ ഐൻ സാദ്, അഞ്ചക്ഷരം അല്ലേ. കഫ് ഹ യ ഐൻ സാദ്, അഞ്ചക്ഷരം ഉള്ളത്. നാലക്ഷരം ഉള്ളതുകൊണ്ട് അല്ലേ. അലിഫ് ലാം മീം സാദ്, അലിഫ് ലാം മീം അല്ലേ സാദ് വിശുദ്ധ ഖുർആനിലായത്. അപ്പോൾ 6 ഉള്ളതില്ല, 5 വരെ ഉള്ളതാണ്. പക്ഷേ വിശുദ്ധ അറബി ഭാഷയുടെ ഒരു പ്രത്യേകത, 28 അക്ഷരങ്ങളിൽ വെറും 14 അക്ഷരങ്ങൾ മാത്രമേ കേവല അക്ഷരങ്ങളായിട്ട് അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ളൂ. എല്ലാ ശരിയില്ല അല്ലേ. 14 അക്ഷരം നമ്മളതിനെ ഒരിക്കൽ പലപ്പോഴും പല സൂറത്ത് നമ്മൾ സൂറത്ത് ഷുറാവും അതുപോലെ ഇതൊക്കെ തുടങ്ങിയപ്പോൾ മുഖത്ത വന്ന സൂറത്തിൻ്റെ വിശദീകരണം വളരെ വിശാലമായി ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ വല്ലാതാണ്ട് ദീർഘിച്ചു പോകുന്നില്ല. ഹുറൂഫുൽ മുഖത്തയെ സംബന്ധിച്ച് 14 അക്ഷരങ്ങൾ മാത്രം. ആ 14 അക്ഷരങ്ങൾ ഓർത്തെടുക്കാൻ ഞാൻ എന്നൊരു സംഭവം പറഞ്ഞിരുന്നു, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാ? നമ്മൾ മറക്കും എന്തായാലും നമുക്കൊരു അല്ലേ, കാരണം നമ്മൾ ഓർമ്മ ഇട്ട് നിൽക്കണമെന്നില്ല. എന്താണ് നസ്സു ഹക്കീമിൻ ഖാതിഉൻ ലഹു സിർറുൻ, നസ്സു ഹക്കീമിൻ ഖാതിഉൻ ലഹു സിർറുൻ. അതായത് നൂന് സാദ്, ഹക്കീമിലെ ഹ കാഫ് യാ പിന്നെ മീം. നസ്സു ഹക്കീം, ഖാതി എന്ന് പറഞ്ഞാൽ മുഖത്തായ ഹക്കീമായ അള്ളാഹുവിൻ്റെ സ്ക്രിപ്റ്റ്, ഒരു ടെക്സ്റ്റ്. നസ് ലഹു സിർറുൻ, അതിൻ്റേതായ രഹസ്യമുണ്ട്. ലാം അലിഫ് ലാം മീമിലല്ല അല്ലേ. ഹ ഹ എന്ന തോഹയിലെ ഹ, കാഫ് ഹ യായിലെ ഹ. ലഹു സിർറുൻ, സീനും റാവും എന്നതല്ലേ സീനയിലുള്ളത്. ഐൻ സീൻ ഖാഫിലെ പോലെ അല്ലേ. റാ എന്നുള്ളത് അലിഫ് ലാം റായിലെ പോലെ. നസ്സു ഹക്കീം ഖാതിഉൻ ലഹു സിർ, 14 അക്ഷരങ്ങളാണ് അതിലുള്ളത്. നൂന് സ്വാദ് എന്ന് തുടങ്ങി ഈ 14 അക്ഷരങ്ങൾക്ക് അപ്പുറത്ത് ബായോ ഫായോ ഒന്നും അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, ഹുറൂഫുൽ മുഖത്തയായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല. എന്താക്കാൻ അള്ളാഹു ആലം, നമുക്കറിയില്ല. പക്ഷേ ഇത് വിശുദ്ധ ഖുർആനിൻ്റെ മുഅ്ജിസത്താൻ. വിശുദ്ധ ഖുർആനിൻ്റെ ഈ ഒരു ഹർഫ് പോലും കൊണ്ടുവരാൻ ആര് കഴിഞ്ഞിട്ടില്ല? വലിയ വലിയ സാഹിത്യകാരന്മാരായ അല്ലെങ്കിൽ കവികളായ, അറബി ഭാഷയുടെ ഉത്തുംഗതയിൽ വലിയ അഹങ്കാരം പറഞ്ഞ് നടന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ഒരു യാസീൻ പോലത്തെ ഒരു വരി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അള്ളാഹു വെല്ലുവിളിച്ചും ചെയ്തു. വൈൻകുന്തും അല്ലേ, നിങ്ങൾ എന്താണ് മുഴുവൻ ആളുകൾ മുഴുവൻ ലവിജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ. ജിന്നും മനുഷ്യരും ഒന്നടങ്കം കൂടിക്കോ, എന്നിട്ട് ഇതുപോലത്തെ ഒന്ന് കൊണ്ടുപോവാ. ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും അലാ ബഅദിൻ ളഹീറ. പരസ്പരം അങ്ങോട്ട് സഹായികളായാൽ പോലും സാധ്യമല്ല എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അത് ഒരു സൂറത്ത് പറ്റൂല,
ഒരു ആയത്ത് പറ്റൂല, ഒരു ഖുർആൻ തന്നെ കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. അള്ളാഹുവിൻ്റെ വെല്ലുവിളികൾക്കാണ്. ഏതായാലും അത് അള്ളാഹുവിൻ്റെ മുഅ്ജിസത്താണ് യാസീൻ പോലുള്ള ഓരോ ആയത്തും. കാരണം അതിന് ശേഷം പിന്നെ അള്ളാഹ് പറയുന്നത് ഖുർആനെ സംബന്ധിച്ച് അധികവും ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖ, ഖുർആനാണ് പ്രതിപാദനം അല്ലേ. ഇപ്പോൾ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ, ഖുർആനാണ് പ്രതിപാദനം. ഇവിടെ നോക്കി യാസീൻ. എന്നാൽ ഇബ്നു അബ്ബാസ്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ പ്രമുഖരായ സ്വഹാബികളിൽ ചില ഇക്രിമ റളിയല്ലാഹു അൻഹു, താബിഇയാണ് ഇക്രിമ, മുഫസ്സിറാൻ, ഇമാം ഖത്താദ, അതുപോലെ തന്നെ ഇമാം മുജാഹിദ് റഹിമഹുല്ല, ഇവരൊക്കെ അറിയപ്പെട്ട മുഫസ്സിറുകളാണ്. ഇവർ യാസീൻ എന്നുള്ളതിന് ചില അർത്ഥം നബിയിൽ നിന്ന് പറഞ്ഞതായി ചില ഹദീസുകൾ എടുത്തു കൊടുത്തു. യാ ഇൻസാൻ എന്നാണ് എന്ന് ചില മുഫസ്സിറുകൾക്ക് ഒരു അഭിപ്രായമുണ്ട്, യാ ഇൻസാൻ. പക്ഷെ വേറെയുള്ള കേവലാക്ഷരങ്ങൾക്ക് അവരെന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ അർത്ഥം കൽപ്പിച്ചതും കാണുന്നില്ല. പക്ഷേ യാസീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം യാ ഇൻസാൻ ആണ് എന്ന് പറയപ്പെടുന്നു, അള്ളാഹു ആലം. പക്ഷേ നബി പഠിപ്പിച്ചതായിട്ട് എവിടെയും എന്ത് ചെയ്തിട്ടില്ല, അത് സ്ഥിരപ്പെട്ടതായി കാണുന്നുമില്ല. അതൊക്കെ ഒരു ഗവേഷണങ്ങളാണ്, അവരുടെ പഠനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. യാ ഇൻസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ എന്നുള്ള അർത്ഥത്തിൽ. ചില പണ്ഡിതന്മാർ പറഞ്ഞ യാസീൻ അത് നബിയുടെ ഒരു പേരാണ് എന്ന് പറഞ്ഞ അഭിപ്രായമുള്ള ആളുകളെ കാണാം, ത്വാഹ പോലെ. അതായത് അള്ളാഹു ആലം ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള അർത്ഥം, ഇതിനെ പറ്റിയുള്ള ശരിക്കുള്ള വിവരം ആർക്കറിയുള്ളൂ, അള്ളാഹുവിനെ അറിയുള്ളൂ. വൽ ഖുർആനിൽ ഹക്കീം, അള്ളാഹു പറയുന്നു വൽ ഖുർആനിൽ ഹക്കീം, തീർച്ചയായും അല്ലേ. ഈ വാവുൽ ഖസം, സത്യം ചെയ്ത് പറയാനുള്ളൊരു വാവാണ്. യാസീൻ അത് അള്ളാഹു ഉപയോഗിച്ച അള്ളാഹുവിൻ്റെ കലാമിലെ 2 ഹർഫുകളാണ് അല്ലേ, ഒന്ന് യാവും ഒന്ന് ഷീൻ, യാസീൻ. ഇപ്പോൾ വാവുൽ ഖസമിന് ലുഗവി പണ്ഡിതന്മാർ എന്ത് ചെയ്യാറുണ്ട്, സത്യം ചെയ്ത് പറയാനുള്ള ഹർഫുകൾ പറഞ്ഞപ്പോൾ ഇതുപോലത്തെ ഹുറൂഫുൽ മുഖത്ത എന്ത് ചെയ്തിട്ടില്ല, എടുത്തുദ്ധരിച്ചിട്ടില്ല, എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. ഒന്നുകിൽ വാവ് ഉണ്ടാവും, അല്ലെങ്കിൽ താ ഉണ്ടാവില്ല. തല്ലാഹി വല്ലാഹി എന്ന് പറയുന്ന പോലെ, യമീനുല്ലാഹി എന്നൊക്കെ പറയുന്ന ഇതുപോലത്തെ ചില ഹിസ്മുകളും ഹർഫുകളും കാണാം. പക്ഷേ ഈ ഹുറൂഫുൽ മുഖത്തയെ വാവുൽ ഖസമായിട്ട് എവിടെയും പരാമർശിക്കപ്പെട്ടതായിട്ട് കാണുന്നുമില്ല, അള്ളാഹു ആലം. ഏതായാലും ഇവിടുത്തെ വാവുൽ ഖസമാണ്. എന്താ ഖസം? സത്യം ചെയ്യാൻ വേണ്ടിയില്ല. വൽ ഖുർആനിൽ ഹക്കീം, ഹക്കീമായ ഖുർആൻ തന്നെയാകുന്നു സത്യം. എന്താ ഹക്കീമിൻ്റെ അർത്ഥം? അല്ല ഹിക്മത്ത് നിറയുന്ന, അല്ലെ വിജ്ഞാന സമ്പന്നമായ ഖുർആൻ. നമുക്ക് അറിവ് നേടി ഇറങ്ങാൻ കാലാകാലം നമുക്ക് സഞ്ചരിക്കാനുള്ളത് ഖുർആനിലൂടെയാണ്. ഖുർആനാണ് അല്ലേ, അത് ഖുർആൻ എന്ന് പറയുന്നത് വിജ്ഞാന ശേഖരമാണ്. എന്തെല്ലാം കാര്യം അള്ളാഹു പറഞ്ഞു മുൻഗാമികളെപ്പറ്റി, വരാനുള്ള ജനതയെ സംബന്ധിച്ച്. ഒരു മനുഷ്യൻക്ക് വേണ്ട സംഗതികൾ മുഴുവൻ അള്ളാഹു എന്ത് ചെയ്യുന്നു, വിശുദ്ധ ഖുർആനിലൂടെ പരാമർശിച്ചു പോരുന്നു. നമുക്ക് വേണ്ട നമ്മുടെ ജീവിതത്തിന് ആധാരമാകുന്ന പല കാര്യം. അങ്ങനെ ഹിക്മത്ത് നിറയുന്ന, യുക്തിമത്തായ അല്ലെങ്കിൽ വിജ്ഞാനപൂർണമായ ഖുർആൻ തന്നെയാകുന്നു സത്യം. അള്ളാഹു ഒരു കാര്യം സത്യം ചെയ്യണമെങ്കിൽ അതിന് ശേഷം പറയാൻ പോകുന്ന കാര്യം സഗൗരവമേറിയ ഒരു കാര്യമാണ്, ഗൗരവം നിറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു കാര്യം സത്യം ചെയ്ത് പറയണത്. അള്ളാഹ് എന്നാണ് അറിയോ, ഒമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനോളം സത്യം പറയുന്നവൻ ആരുണ്ട് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞറിയില്ല, പക്ഷേ നബിയും പറയാറില്ലേ, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. എന്തിനാ റസൂലുള്ള ഇങ്ങനെ സത്യം ചെയ്ത് പറയുന്നത്? അള്ളാഹു എന്തിനാ അവൻ്റെ സൃഷ്ടിജാലങ്ങളെ സത്യം ചെയ്ത് പറയുന്നത്? പറയാൻ പോകുന്ന കാര്യം ഗൗരവമേറിയതാണ്. അത് ഏതൊരു മനുഷ്യൻ്റെയും കർണപുടത്തിൽ അലയടിക്കേണ്ടതാണ്, അവൻ എല്ലാ കാലവും ഓർക്കേണ്ടതാണ്. എന്താ ഇനി അള്ളാഹ് പറയാൻ പോണത്? ഇന്നക ലമിനൽ മുർസലീൻ. വായിക്കുമ്പോൾ നല്ല എളുപ്പമുള്ള അർത്ഥമാണ്, പക്ഷെ വളരെ അല്ലേ ഇതാരോടാ പറയണത്? ഇതൊരു മക്കിയയായ സൂറത്താണ്, നബിയുടെ ഹിജ്റക്ക് മുമ്പ് അവതീർണമായ സൂറത്തുകളിലൊന്ന്. നബി റസൂലല്ല എന്ന് പറഞ്ഞ അല്ലേ, ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ ആളുകൾ നബിക്കു ചുറ്റും നിലകൊണ്ട സമയത്ത് വിശുദ്ധ ഖുർആനുമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവതരിച്ചപ്പോൾ നബിയെ കദ്ദാബെന്നും കാദിബെന്നും മജ്നൂനെന്നും സാഹിറെന്നും വിളിച്ച് അവഹേളിച്ചിരുന്ന ഒരു ജനതയുടെ മുന്നിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓതി കൊടുക്കുക, ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും നീ മുർസലീങ്ങളിൽ പെട്ടവൻ തന്നെയാണ്. മിന എന്നല്ലാണ്, ലമിന, എൻ്റെ ലാമു തൗക്കീദ് എന്നാണ് അതിന് പറയാം. ഒരു കാര്യത്തെ ഓർപ്പിച്ച് പറയാം, ഇന്നക തീർച്ചയായും താങ്കൾ ലമിനൽ മുർസലീൻ, മുർസലീങ്ങളിൽ പെട്ടവൻ തന്നെയാണ്. അള്ളാഹിനെ സർട്ടിഫൈ ചെയ്ത് ഇനി ആരൊക്കെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അള്ളാഹ് പറഞ്ഞു തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുർസലീങ്ങളിൽ പെട്ടവനാണ്. ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റിസാലത്തുമായി അവതരിച്ചവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നിട്ട് നബീനെ പറ്റി അടുത്തത് ഗൗരവമേറിയ കാര്യം, കാരണം അള്ളാഹ് സത്യം ചെയ്ത് പറയാൻ, അലാ സിറാത്തിൻ മുസ്തഖീം. എന്താ അലാ സിറാത്തിൻ മുസ്തഖീം? തീർച്ചയായും അല്ലേ നേരായ പാതയിൽ, ചൊവ്വായ. മുസ്തഖീം എന്ന് പറഞ്ഞാൽ കവീമായ എന്നാണ്. കവീം എന്ന് പറഞ്ഞാൽ ഒരു വക്രതയില്ലാത്ത നേരെ ചൊവ്വായ സ്ട്രെയിറ്റായ
ഒരു സിറാത്തിലാണ് തീർച്ചയായും താങ്കൾ, ബാക്കിയുള്ളവരൊക്കെ വഴിതെറ്റിയവരാണ് എന്നർത്ഥം. നബിയെ വിമർശിച്ചവരൊക്കെ എന്തിലാണ്? വലാലത്തിലാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലകൊള്ളുന്ന, നബി നയിക്കുന്ന, നബി ക്ഷണിക്കുന്ന മാർഗം അത് സിറാത്തുൽ മുസ്തഖീമാണ്. 5 നേരം ഇവിടെ ആലോചിക്ക്, റസൂലുള്ളാഹിക്ക് അല്ലാഹ് സർട്ടിഫിക്കറ്റ് കൊടുത്തു, ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. എന്നിട്ട് എപ്പോഴെങ്കിലും നബി എനിക്ക് മുസ്തഖീമായ പാതയിൽ നിന്ന് അള്ളാഹുവെ മുസ്തഖീമായ പാതയിൽ നിലനിർത്തി തരണം എന്നുള്ള പ്രാർത്ഥന ഉപേക്ഷിച്ചോ? ഇല്ല. മരണം വരെ റസൂലുള്ളാഹി ഫാത്തിഹ ഓതിയിട്ടുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹു വിധി എഴുതിയതാണ്. പക്ഷേ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകൾ നിന്നിട്ടില്ല. റബ്ബേ എന്നെ ഈ ഹിദായത്തിൽ നീ നിലനിർത്തി തരണേ. 5 നേരങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ 17ഓളം തവണ അത് ഉച്ചരിക്കാറുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ അത് പ്രാർത്ഥിക്കാറുമുണ്ട്. പക്ഷേ ഇവിടെ റബ്ബ് ഉറപ്പിച്ചു കൊടുക്കാൻ അലാ സിറാത്തിൻ മുസ്തഖീം, മുസ്തഖീമായ സിറാത്തിലാണ് അങ്ങുള്ളത്. ബാക്കിയുള്ളവരൊക്കെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ളലാലത്ത്. നബിയെ വിമർശിച്ചവർ മുസ്തഖീമിലല്ല, അവർ മറ്റു പാതയിലാണ്. എന്നിട്ട് നോക്കി, നബിനെ ഈ മുസ്തഖീമിൽ നിലനിർത്തിയത് എന്താണ്? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുസ്തഖീമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് എങ്ങനെയാണ്? തൻസീലൽ അസീസിർ റഹീം. ഈ വിശുദ്ധ ഖുർആനെ പറ്റിയ പറയണത് തൻസീൽ, അത് അവതീർണമായതാണ്. തൻസീൽ എന്നുള്ളതൊരു അവതരിക്കുക എന്ന് പറയുന്ന ഒരു മസ്ദറിനെ സംബന്ധിച്ചാണ് അവിടെ സംസാരം. ഖുർആനെ തൻസീൽ എന്നുള്ള അർത്ഥത്തിലെ ഖുർആനെ തൻസീല, ഒരു അവതീർണത, അവതരിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഹാഖയിൽ ആ ഒരു കാര്യം റബ്ബ് പറഞ്ഞു പോകുന്നില്ലേ, ഒരു അവതരിപ്പിക്കൽ അവതരിപ്പിച്ചു. തൻസീൽ അൽ അസീസ്, ഇത് ആരുടേതാണ്? അൽ അസീസ്, പ്രതാപിയായ, അർ റഹീം, പരമകാരുണികനായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ് എന്ത്? വിശുദ്ധ ഖുർആൻ. ഇവിടെ തൻസീൽ അൽ അസീസ് റഹീം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം വിശുദ്ധ ഖുർആനിനെയാണ് എന്നാണ് മുഫസ്സിറുകൾ മുഴുവൻ അതിനെപ്പറ്റി പറഞ്ഞത്. എന്തിനാണ് ഇനി ഈ ഒരു വിശുദ്ധ ഖുർആനുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുസ്തഖീമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വരുന്നത്? ലിതുന്ദിറ ഖൗമൻ, ഒരു സമൂഹത്തിന് താക്കീത് നൽകാൻ വേണ്ടി. റസൂലുള്ളാഹി നദീറാണ്, ബഷീറാണ് എന്ന് നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ പഠിച്ചതാണ്. ലിതുന്ദിറ ഖൗമൻ, ഒരു ജനതയെ താക്കീത് ചെയ്യാൻ വേണ്ടി. എങ്ങനത്തെ ജനത? മാ ഉന്ദിറ ആബാഉഹും, അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് നൽകപ്പെട്ടിരുന്നില്ല. അബുൻ ജംഅ് ആബാ, അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല. ഫഹും ഗാഫിലൂൻ, അവരശ്രദ്ധരായിരുന്നു. ഗാഫിൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മുൻഗാമികളായ ആളുകൾക്ക് താക്കീത് നൽകപ്പെടാത്ത ഒരു ജനതയിലേക്ക് താക്കീത് നൽകാൻ വേണ്ടി റസൂലുള്ളാഹി വന്നു എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? മക്കയിലെ മുശ്രിക്കുകളിലേക്ക് മുൻപ് എന്ത് ചെയ്തിട്ടില്ല? വേദഗ്രന്ഥം അവതരിച്ചിട്ടില്ല. മുമ്പ് വേദഗ്രന്ഥം വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനവും കാര്യങ്ങളും, ഇസ്മായിൽ നബിയുടെ പ്രബോധനവും കാര്യവും ഒക്കെ മക്കയിൽ എന്ത് ചെയ്യുന്നു? നിലനിന്നിരുന്നു. കഅബ അതിന് ഏറ്റവും വലിയ തെളിവാണ്. പക്ഷെ ഒരു വേദം, ഇപ്പോൾ അഹ്ലി കിതാബുകളെ പോലെ, ജൂതന്മാരെ പോലെ, ക്രിസ്ത്യാനികളെ പോലെ ഒരു വേദം എന്ത് ചെയ്തിട്ടില്ല? മുമ്പ് അറബി ജനതയ്ക്ക് അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? അവതരിപ്പിച്ചിട്ടില്ല. അതാണ് മാ ഉന്ദിറ ഖൗമൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശമെന്നാണ് ചില മുഫസ്സിറുകൾ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹിനെ പറ്റി അല്ലാഹു പറഞ്ഞില്ല, മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ. നബിയെ, നബി ആണതിന് മുമ്പ് എന്താണ് ഈമാൻ, എന്താണ് കിതാബ് എന്ന് അങ്ങേക്ക് അറിയുമായിരുന്നില്ല. നബിക്ക് എഴുതാനും വായിക്കാനും പോലും അറിയുമായിരുന്നില്ല, അല്ലേ? ഒരു സൂറത്തിൽ അങ്ങനെയല്ല അല്ലാഹു പറഞ്ഞത്. എന്താണ്? വലാ തഖുത്തുഹു ബിയമീനിക് ഇദൻ ലർതാബൽ മുബ്തിലൂൻ. നബിയെ, വലത്തെ കൈകൊണ്ട് എഴുതാൻ പോലും നിനക്ക് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ നബിക്ക് എഴുതാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇദൻ ലർതാബൽ മുബ്തിലൂൻ, ഇതിനെ വ്യാജമെന്ന് പറയുന്ന, ബാത്തിലാണെന്ന് പറയുന്ന ആളുകൾക്ക് അതൊരു തെളിവാകുമായിരുന്നു. നബി ഓടുന്നത് എഴുതി കൊണ്ടുവന്നതാണ് ഖുർആൻ എന്ന് അവർ വാദിക്കുമായിരുന്നു. നബിക്ക് ഖുർആൻ വായിക്കാൻ നബിക്ക് വായന അറിയുമായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു തൗറാത്തിൽ നിന്നും ഇത് ഇഞ്ചിയിൽ നിന്നും നബി അടർത്തിയെടുത്ത് കൊണ്ടുവന്ന കഷ്ണങ്ങളാണെന്ന് അവർക്ക് വാദിക്കാമായിരുന്നു. പക്ഷേ നബിക്ക് എന്ത് ചെയ്യുമായിരുന്നു? വമാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ. നബിയെ, ഈമാൻ എന്താണ്, കിതാബ് എന്താണ് എന്നൊന്നും തിരിയാതിരുന്നൊരു കാലം അങ്ങേക്കുണ്ടായിരുന്നു. ഇപ്പോഴും ഇന്നത്തെ ഇപ്പോൾ നമുക്കറിയാം പല അറബ് രാഷ്ട്രങ്ങളിൽ, ഇപ്പോൾ നമ്മളിവിടെ ദുബൈയിലൊക്കെ കാണാം, അറബ് രാഷ്ട്രങ്ങളിലൊക്കെ ജീവിച്ചു വരുന്ന ഒരുപാട് അമുസ്ലിമീങ്ങളെ കാണാം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളൊക്കെ. മിസ്റിലൊക്കെ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇത്രക്കും നല്ല അറബി ഭാഷ നല്ല കൈകാര്യം ചെയ്യുന്ന, അറബി ഭാഷൻ്റെ എല്ലാ സൗന്ദര്യവും ഒക്കെ അറിയുന്ന അവരെന്തുകൊണ്ട് ഖുർആനിലേക്ക് വരുന്നില്ല? അവരറിയും മുഹമ്മദ് എഴുതിയതാണ് എന്ന് വിശ്വസിക്കുന്നൊരു ജനത എപ്പോഴും ഉണ്ട്. പക്ഷെ അവിടെയാണ് വിശുദ്ധ ഖുർആൻ്റെ പഠനത്തിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെ ഒരു മനുഷ്യനെ എഴുതിയതാണെന്ന് ഒരാൾക്ക് വാദിക്കാൻ കഴിയുക? സാധിക്കൂല. അറബി ഭാഷയെ വളരെ നന്നായി മനസ്സിലാക്കുന്ന ഒരാൾക്ക് കൃത്യമാണ് ഇതൊരു മനുഷ്യ കുഞ്ഞിന് ചെയ്യാൻ പറ്റുന്ന ഒരു വരിയല്ല. ഭയങ്കര അതിൻ്റെ യാഥാർത്ഥ്യം അതാണ്. മാത്രമല്ല, പക്ഷേ അത് മുൻഗാമികളായ ആളുകൾ ഇങ്ങനെ പറഞ്ഞു പോന്നപ്പോൾ അതിൽ എന്ത് ചെയ്യാണ്?
അതിലവർ ഏറ്റുപിടിച്ച് അതിനെ പൊലിപ്പിച്ച് നടക്കുക എന്നല്ലാതെ ഒരു വിമർശനം പറയുക എന്നല്ലാതെ വേറൊന്നുമല്ല. അതായത് ഖുർആൻ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ മനസ്സിനെ സ്വാധീനിക്കും, അത് അവൻ്റെ മനസ്സിലേക്ക് അത് ഇറങ്ങും. മാത്രവുമല്ല അതിൻ്റെ മോജിസത്തിന് അവനക്ക് ബോധ്യപ്പെടുമെന്നുള്ളത് പഠനങ്ങളിലൂടെ മനസ്സിലായതാണ്. ഒരുപാട് ആളുകളെ മാറ്റിയില്ലേ, എത്ര ആളുകൾ ഒരിക്കലും ഇതിക്ക് വരൂല എന്ന് പറഞ്ഞ പല ആളുകളുടെയും ഹൃദയങ്ങളെ നിർമ്മലമാക്കി കളഞ്ഞതാണ് വിശുദ്ധ ഖുർആൻ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അതിന് തെളിവാൻ. ഓരോ ചരിത്രങ്ങൾ നമുക്ക് വായിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം എടുത്ത് വായിക്കാം. പക്ഷേ ഇവിടുത്തെ ഉദ്ദേശം മാ ഉന്തിറ ആബാബുഹും, അത് മനസ്സിലായോ? ഒരു സമൂഹത്തിന് മുമ്പ് ചെയ്തിട്ടില്ല, അവരുടെ പിതാക്കന്മാർക്ക് ഒരു താക്കീതുകാരൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു താക്കീത് നൽകുന്ന ഒരു ഗ്രന്ഥം അവതരിച്ചിരുന്നില്ല. പിന്നെ അവതരിക്കുന്നത് അല്ലേ മുഹമ്മദ് നബി മുഖേനയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ്. ഫഹും ഗാഫിലുൻ, അതുവരെ അവരെവിടെയാണ്? കിതാബില്ലാതെ, വേദമറിയാതെ, വേദം തിരിയാതെ ഒരാൾ നടന്നാൽ അവൻ അശ്രദ്ധനാണ്. അവന് പരലോകത്തെ സംബന്ധിച്ചൊന്നുണ്ടാവില്ല, ശ്രദ്ധ ഉണ്ടാവില്ല. അവനെപ്പോഴും അവൻ്റെ ആഖിറത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധരാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയാൻ. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ലഖദ് ഹഖൽ ഖൗൽ, വാക്ക് സ്ഥിരപ്പെട്ടു. ഹഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് സത്യമായി, യാഥാർത്ഥ്യമായി എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ വാക്ക് സ്ഥിരപ്പെട്ടു, ഒരു വാക്ക് ഹക്കായി. എന്താണ് വാക്ക് എന്നുകൊണ്ട് ഉദ്ദേശം? ഇവർ ഇനി ശരിയാവൂല, ഓലിഞ്ഞ് നേരാവൂല എന്ന് പറയുന്ന വിധം വാക്ക് അവിടെ സ്ഥിരപ്പെട്ടു. ഇനി അവർക്കുള്ളത് ശിക്ഷയാണ്. ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ടു. അൽ ഖൗൽ എന്നുള്ളതിനെ മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചു, അൽ ഖൗൽ എന്താണ്? അൽ അസാബ്. കാരണം നബി ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഇത്രക്കും ശക്തമായ തെളിവുകൾ അവരുടെ മുന്നിലിട്ട് കൊടുത്തിട്ടും അവരെന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. നബിക്ക് അത് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫ. മക്കക്കാരുടെ വിഷയത്തിൽ നബി ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടില്ല. നബീനെ അവർ ദ്രോഹിച്ചതല്ല നബിക്ക് ഏറ്റവും വലിയ സങ്കടം. നബി ഇതിങ്ങനെ കൊണ്ടെത്തും അവരുടെ വായിൽ വെച്ച് കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, അതിനെ സ്വീകരിക്കുന്നില്ല. അത് നബിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, അസഫൻ അല്ല ദുഃഖമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു ഒരു നബിനെ സമാധാനിപ്പിക്കാൻ, ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം. എന്താ അക്സർ? ഈ മക്കയിലെ മുശ്രിക്കുകളുടെ ഭൂരിഭാഗം ആളുകളുടെ മേലും വാക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം ബദറിലും ഉഹുദിലുമൊക്കെ അവർ പോരടിച്ചത് അവരുടെ അവിശ്വാസത്തിൻ്റെ തീവ്രത കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഉപദ്രവിച്ചത് അവരുടെ അവിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ഈ ഒരു സത്യത്തിലേക്ക് അവർ തിരിച്ചു വരാതെ അവരുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ്. അവിടെ റബ്ബ് പറഞ്ഞു ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, അവരിൽ ഭൂരിഭാഗം ആളുകളുടെ മേലും അള്ളാഹുവിൻ്റെ വാക്ക് സ്ഥിരപ്പെട്ടു. വാക്ക് എന്നുകൊണ്ട് ഉദ്ദേശം ശിക്ഷയുടെ വാക്ക്. ഇനിയിപ്പോൾ ഇവർ ശരിയാവില്ല, അതുകൊണ്ട് അവിടെ വാക്ക് സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ ഫഹും ലാ യുഅ്മിനൂൻ, റബ്ബ് ആയത്ത് നിർത്തിയത് എങ്ങനെയാണ്? അവരിനി വിശ്വസിക്കുകയില്ല. പക്ഷെ എന്നാലും നബിക്കൊരു ഭയങ്കര അത്രക്കും വരെ ഒരാൾക്കുണ്ടാവും, ഒരു പ്രബോധനം ഉണ്ടാവേണ്ട ഒരു മെൻറ്റാലിറ്റി അതാണ്. നബി പറഞ്ഞില്ലേ അന ആഖിദു ബിഹുജസിക്കും, ഞങ്ങൾ അരക്കെട്ട് കണ്ട് പിടിച്ചു വലിക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം? തഖ്തഹിമൂനനി, എന്നിട്ട് നിങ്ങൾ എന്നെയും മറികടന്ന് എന്ത് ചെയ്യുന്നു? ആ തീയിലേക്ക് പോയി ചാടുന്നു. ഏതുപോലെ ഞാനും ഈ സമൂഹവും മസലി വ മസലുക്കും കറജുലിൻ ഇസ്തൗഖദ നാറ, ഒരു തീ കത്തിച്ചു വെച്ച ഒരു മനുഷ്യൻ്റെ ഉപമയാണ് ഞാനും നിങ്ങളും തമ്മിൽ എന്ന് പറഞ്ഞു. തീ കത്തിച്ചു വെച്ചതിലേക്ക് എന്ത് ചെയ്യും? പ്രാണികൾ ഇങ്ങനെ അതിലേക്ക് അടുത്ത് വരും. പക്ഷെ ഞാനെന്ത് ചെയ്യുന്നു? അതിനെങ്ങനെ നിങ്ങളെ ആ പ്രാണികൾ എന്ന് പറയുന്നത് നമ്മളെയാണ് അല്ലേ? നിങ്ങളുടെ അരക്കെട്ട് പിടിച്ചിങ്ങനെ വെക്കണം, അതിലേക്ക് പോവല്ല എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ എന്നിട്ടും എന്ത് ചെയ്യുന്നു? തഖ്തഹിമൂനനി, പലരും എൻ്റെ പിടുത്തത്തിൽ നിന്നും ചാടിക്കടന്ന് എവിടേക്ക് ചാടുന്നു? ആ തീയിലേക്ക് പോകുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. പക്ഷേ ഈ ആ ഹദീസിലൊരു കാര്യമുണ്ട്, നബി അങ്ങനെ പിടിച്ചു വെക്കുകയാണ്. നബിയുടെ താല്പര്യമാണ് ആളുകൾ ഹിദായത്തിൽ നിലനിൽക്കാനുള്ള അങ്ങേറ്റത്തെ നബിയുടെ താല്പര്യമാണ്. ഒരു പ്രബോധകൻ ഉണ്ടാകേണ്ടതാണ്, അല്ലാതെ ആരെ അടിച്ചിരുത്താനോ ആരെ വിമർശിക്കാനോ അല്ല അല്ലേ? ഏറ്റവും നല്ല വാക്ക് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരാൻ, ഇത് ഇന്ന് എത്തിച്ചു കൊടുക്കാൻ. പക്ഷെ എന്നിട്ടും ഫഹും ലാ യുഅ്മിനൂൻ, റബ്ബ് പറയാൻ അവർ വിശ്വസിക്കുകയില്ല. ഇന്നാ ജഅൽനാ ഫി അഅനാഖിഹിം അഗ്ലാല, അവിടെ പറയാം ഇന്നാ ജഅൽനാ, നാം ആക്കുക ചെയ്തു, ആക്കി. ഇന്നാ എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം ആക്കി. ഫി അഅനാഖിഹിം, അവരുടെ ഒനുക്കുകൾ, ഒനുക്ക് എന്ന് പറഞ്ഞാൽ കഴുത്ത്, അഅനാഖ് കഴുത്തുകൾ, അവരുടെ കഴുത്തുകളിൽ അഗ്ലാലിനെ ആക്കി. എന്താ അഗ്ലാൽ? ആമങ്ങൾ, നമ്മളറിയില്ലേ ലോക്കുകളില്ലേ, കൂച്ചുവിലങ്ങുകൾ എന്നൊക്കെ പറയും. വിലങ്ങ് പറയുമ്പോൾ ചങ്ങലി അങ്ങനത്തെയൊക്കെ വരും അല്ലേ? ഇത് അഗ്ലാൽ, വിലങ്ങിന് അവിടെ പറയാം അഗ്ലാൽ, വിലങ്ങ്. ഫഹിയ ഇലൽ അദ്ഖാൻ, ഈ അഗ്ലാലുകൾ ഏതുവരെ ഉണ്ട്? അവരുടെ അദ്ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതില്ലേ താടിയല്ല്, അതായത് പണ്ട് കാലത്ത് ഭരണാധികാരികളൊക്കെ അത് സ്വീകരിച്ചു പോന്നിരുന്നൊരു ശിക്ഷാരീതിയാണ് കയ്യും കഴുത്തും കൂട്ടിക്കെട്ടുന്ന ആമങ്ങൾ. അങ്ങനെ തലയിൽ ഇങ്ങനെ പൊന്തി കഴിഞ്ഞാൽ അടുത്തുള്ള താഴെയുള്ളതൊന്നും കാണൂല. അവരിങ്ങനെ തല ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഇവിടെ അരികത്തൂടെ വരുന്ന വിവരങ്ങളൊന്നും അവർക്ക് എന്ത് ചെയ്യൂല, കിട്ടൂല, ആളെ കാണൂല. മാത്രമല്ല ഇതിങ്ങനെ കുറേ കാലം പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു പാടാണ്, ഇടങ്ങാറാൻ. പക്ഷെ റബ്ബ് ഒരു ഉപമ ഇതൊരു ഉപമയാണ്. ഇന്ന ജഅൽനാ ഫി അഅന, അള്ളാഹ് അവർക്ക് ഇങ്ങനെ അവരുടെ കഴുത്തിൽ
ചങ്ങലട്ട് കൊടുത്തു എന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? എവിടെ മുശ്രിക്കുകളുടെ കഴുത്തിൽ ഇതൊന്നും കണ്ടില്ലല്ലോ, ഇതൊരു അലങ്കാര പ്രയോഗമാണ്, ആലങ്കാരിക പ്രയോഗം എന്നതിനപ്പുറത്ത് ഇതൊരു ഉപമയാണ്. റബ്ബ് പറയാണ് അവർ വിശ്വസിക്കൂല എന്ന് പറഞ്ഞില്ലേ. എങ്ങനെ? ഇവർക്ക് ഇവരുടെ കഴുത്തിൽ ആമങ്ങൾ ഇട്ട് കൊടുത്തിരിക്കണം, അഗ്ലാല് വെച്ചു. അത് ഏത് വരെ ഉണ്ട് അഗ്ലാല്? ഇലൽ അദ്ഖാൻ, ദഖ്നുൻ ജമ്മ അദ്ഖാൻ, ഈ താടിയെല്ല് വരെയുണ്ട്. ഫഹും മുക്കുമാഹു, എന്നിട്ട് അവർ തല ഇങ്ങനെ ഉയർത്തി നിർത്തുകയാണ്. മുക്കുമാഹു എന്ന് പറഞ്ഞാൽ തല ഉയർത്തിയിട്ട് കുനിയാൻ പറ്റാത്ത രൂപത്തിൽ അവരിങ്ങനെ നിലകൊള്ളുകയാണ്. അത് ഇനി അതിൻ്റെ ബാക്കി വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. വജഅൽന മിൻ ബൈനി ഐദീഹിം സദ്ദൻ, അങ്ങനെ അവരുടെ മുന്നിൽ നിന്നും നാം എന്ത് ചെയ്തു? ഒരു സദ് എന്ന് പറഞ്ഞാൽ മറ എന്നർത്ഥമുണ്ട്, വിരി എന്നർത്ഥമുണ്ട്, അണക്കെട്ട് എന്നർത്ഥമുണ്ട്, തടസ്സം എന്നൊക്കെ പല അർത്ഥത്തിൽ പറയും. അവരുടെ മുന്നിൽ ഒരു തരം മറ, അത് ഹക്ക് ഇനി അവരെന്ത് ചെയ്യൂല, കാണൂല. ഹക്ക് കാണാത്ത വിധം ഒരു മറ അവരുടെ മുന്നിലും, വമിൻ ഖൽഫിഹിം സദ്ദ, അവരുടെ പിന്നിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി എത്ര അവർക്ക് വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാലും അവർ തല ഉയർത്തിയിട്ട് അവർക്ക് അരികത്ത് വരുന്ന കാര്യങ്ങളൊന്നും അവരെന്ത് ചെയ്യൂല, ഇനി അറിയുകയില്ല, അവർ കാണുകയില്ല. ഫഅഗ്ശൈനാഹും, നാം അവരെ മൂടിക്കളഞ്ഞു. നമ്മൾ അൽ ഗാശിയ എന്ന് പറഞ്ഞില്ലേ, അൽ ഗാശിയ, അൽ അതാക ഹദീസുൽ ഗാശിയ, മൂടുന്ന സംഭവം ഖിയാമത്ത് നാളിനെ പറ്റി അല്ലാഹ് പറയുന്നത്. ഫഅഗ്ശൈനാഹും, അങ്ങനെ നാം അവരെ മൂടി. ഫഹും ലാ യുബ്സിറു, ഇനി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കാണാൻ കഴിയൂല, ഹക്കിനെ കാണാൻ അവർക്ക് കഴിയൂല. അവരുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ സത്യനിഷേധത്തിൻ്റെ തീവ്രത, മക്കയിലെ മുശ്രിക്കുകളുടെ സത്യത്തെ പരമാവധി അതിനെ എതിർത്തിരുന്ന അവരുടെ പക, വിദ്വേഷം, അതിനൊക്കെയാണ് അള്ളാഹു എന്ത് ചെയ്തത്? ഈ ആയത്തിൽ പരാമർശിച്ചത്. നമ്മൾ അവസാനം ഓതി ഇതിൻ്റെ ബാക്കി ഭാഗമാണ്. വസവാഉൻ അലൈഹിം, അവരുടെ മേൽ സമമാണ്. സവ എന്ന് പറഞ്ഞാൽ സമം, സെയിം, അവരുടെ മേൽ സമമാണ്. അന്തർത്ഥവും എന്നുള്ളത് ഇസ്തിഫാമിൻ്റെ ആയാണ്. നീ അവരോട് ഉപദേശിക്കുക, നീ അവർക്ക് താക്കീത് നൽകുകയാണെങ്കിലും ലം തുന്ദിറുഹും, ഇനി അവതല്ല അവർക്ക് താക്കീത് നൽകിയിട്ടില്ലെങ്കിലും, ഇനി അവരെ ഉപദേശിക്കാൻ പോയാലും ഉപദേശിച്ചിട്ടില്ലെങ്കിലും ലാ യുഅ്മിനൂൻ, അവരെന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുകയില്ല. അപ്പോൾ അതൊരു വലിയ ഉപമയിലൂടെ ആദ്യത്തെ 10 ആയത്തുകളിൽ തന്നെ മക്കയിലെ മുശ്രിക്കുകളുടെ സത്യനിഷേധത്തെ അള്ളാഹു പറഞ്ഞു തന്നു. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അത് ആളുകൾക്ക് എന്താണ് വെളിച്ചമേകുന്ന ഏറ്റവും വലിയ സത്യങ്ങളാണ്. അതിനോട് പുറംതിരിയുന്നവൻ ഇനി ഒരിക്കലും എന്താവുന്നില്ല, അതിനോട് പുറംതിരിയുന്ന സ്വഭാവം ഉള്ളവൻ്റെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷെ എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നിർത്തിയോ? എന്നിട്ട് റസൂലുള്ള ദഅവത്ത് നിർത്തിയോ? ഇല്ലല്ലോ. മരണം വരെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതും വിശദീകരിച്ചതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത്രക്കും തീവ്രതയിൽ കഴിയുന്നവൻ്റെ മരണാസന്നമായി കിടക്കുമ്പോഴും റസൂലുള്ള പറഞ്ഞു കൊടുക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിക്കേറെ പ്രിയപ്പെട്ട, നബിക്കേറെ ഇഷ്ടപ്പെട്ട നബിയുടെ പിതൃവിൻ്റെ അരികിലും റസൂലുള്ള പറഞ്ഞു ഖുൽ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് ഹിദായത്ത് കിട്ടോ? ഇല്ല. നബിയെ നീ ഇഷ്ടപ്പെടണം, അല്ലെ, നീ ഇഷ്ടപ്പെട്ടവർക്കും കിട്ടണമെന്നില്ല എന്ന് പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു തന്നതാണ് ഈ ഒരു വലിയ നിഅമത്ത്. അള്ളാഹു ഈമാനിൽ നമ്മളെ നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടുന്ന് അങ്ങോട്ടുള്ള ആയത്തുകളിൽ അള്ളാഹു പരലോകത്തെ സംബന്ധിച്ചുള്ള റബ്ബിൻ്റെ സംസാരങ്ങളാണ്. ആ പരലോക ചിന്തകളാണ് നമ്മുടെ ഈമാനിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും നമ്മുടെ കർമ്മങ്ങൾക്ക് കൂടുതൽ മൂർച്ച കൂട്ടുന്നതും. അള്ളാഹു അവനെ അനുസരിക്കുന്ന ഏറ്റവും നല്ല മുത്തക്കിങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഖുർആൻ നന്നായി വായിക്കുന്ന, ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന, ഖുർആൻ ജീവിതത്തിൽ പകർത്തുന്ന, അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കാൻ സമയം കണ്ടെത്തുന്ന സൗഭാഗ്യരിൽ അള്ളാഹുവെ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. ഖുർആൻ ഞങ്ങളുടെ ഹൃദയ വസന്തമാക്കി തരണേ അള്ളാഹ്. ഈ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളെ നന്നായി മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും റബ്ബേ നീ പ്രദാനം ചെയ്യണേ. അതിനുള്ള ഓർമ്മകളും ആലോചനകളും ചിന്തകളും റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. അറിവില്ലായ്മകൾ, അത് രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായ തിന്മകൾ പലതും കടന്നു വരുന്നവരാണ്. അള്ളാഹു നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ, നീ റഹ്മത്ത് ചൊരിയണം. ഞങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് ഒരിക്കലും രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല, പക്ഷേ നിൻ്റെ റഹ്മത്ത് അപാരമാണ്. അള്ളാഹു നീ നിൻ്റെ റഹ്മത്തിനാൽ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തും റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യണേ. അള്ളാഹു ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് ദീർഘായുഷ്യം നൽകണേ, അവരുടെ തിന്മകൾ വിട്ടു പുറത്ത് മാപ്പാക്കി കൊടുക്കണേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും അള്ളാഹുവെ ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ എല്ലാറ്റിലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ. ആധുനികമായ എല്ലാ ഫിത്നകളിൽ നിന്നും അള്ളാഹ് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ. അള്ളാഹു ഇതുപോലത്തെ സദസ്സുകൾ നാളെ നമുക്ക് ശുപാർശയാണ്, വിശുദ്ധ ഖുർആൻ നാളെ ശുപാർശയാണെന്നാണ്. അള്ളാഹു മരണം വരെ ഇതുപോലത്തെ സദസ്സുകളിൽ സജീവരാകാൻ നമുക്ക് മനസ്സ് നൽകുമാറാവട്ടെ, ക്ഷമ നൽകുമാറാവട്ടെ. ഇത്തരം സദസ്സുകൾ ഉപയോഗപ്പെടുത്തുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന അഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിന വതവഫനാ മഅൽ അബ്റാർ. റബ്ബന ലാ തുസിഅ ഖുലൂബന ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.